Hello everyone, welcome to Mahima's cooking class. I am Mahima Simon. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ക്രിസ്മസിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് പാലപ്പം. എപ്പോഴും ക്രിസ്മസിന് നമ്മൾ രാവിലെ പാലപ്പം ചിക്കൻ സ്റ്റൂവും എല്ലാ വീടുകളിലും ഒരു മസ്റ്റായിട്ട് സെർവ് ചെയ്യുന്ന ഒരു സാധനമാണ്. ചില വീടുകളിൽ ഡക്ക് റോസ്റ്റ് അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് പാലപ്പത്തിനുള്ള റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് ആക്ച്വലി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. തേങ്ങയും അരിയുമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഈസ്റ്റ്, കുറച്ച് ഷുഗർ, ഉപ്പ്, ഇത്ര സാധനമേ ഉള്ളൂ. നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അരി. ഇതിന് വലിയ വില കൂടിയ അരിയൊന്നും ആവശ്യമില്ല. സാധാരണ പച്ചരി നമ്മൾ പൊടിക്കാനും അരയ്ക്കാനും ഒക്കെ ഇട്ട് ഉപയോഗിക്കുന്ന അരി. ഇഡ്ഡലി അരി അല്ല, നോർമൽ അരിയായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഒരു 4 മണിക്കൂർ മിനിമം സോക്ക് ചെയ്ത് വെക്കുക. അപ്പം അങ്ങനെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന അരിയാണ്. ഇതാദ്യം ഒന്ന് വെള്ളം വാലാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന 1.5 കപ്പ് അരിയാണ് കേട്ടോ. 1.5 കപ്പ് അരിയാണ് കുതിർത്ത് വെച്ചേക്കുന്നത്. ഇത് മിക്സി ജാറിലേക്ക് ആഡ് ചെയ്യും. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. അരച്ചെടുക്കാം. ഞാൻ ഈ മാവ് ഒരുപാട് അരച്ചിട്ടില്ല. നമ്മൾ കൗണ്ട് ചെയ്ത് അരയ്ക്കുവാണെങ്കിൽ 40 സെക്കൻഡ് അത്ര അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ഒഴിക്കുക. ഇത് കപ്പി കാച്ചാനായിട്ടാണ്. ഈ കപ്പി കാച്ചാനായിട്ട് നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാവ് എടുത്തു. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇതിനാണ് കപ്പി കാച്ച എന്ന് പറയുന്നത്. ഒരു തള വരുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് കുറുകും. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടിയിൽ ഇങ്ങനെ കട്ട കെട്ടും. ഈ കപ്പി കാച്ചുമ്പം അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. ഒരു നല്ല ബോയിൽ വന്നപ്പോഴത്തേക്ക് തിക്കായി ഞാൻ ഓഫ് ചെയ്യുക. ഈ ഒരു തിക്നെസ്സായി. ഇത് ഫുൾ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് ഫുൾ ചൂടാറിയിട്ട് നമ്മൾ അപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ചൂടാറാനായിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഈ അരച്ച മിക്സ്ചർ നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുത്തു. ബാക്കിയുള്ള മാവിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന 3/4 കപ്പ് തേങ്ങ. 1.5 കപ്പ് അരിയാണ് നമ്മൾ ഉപയോഗിച്ചത്. അതിലേക്ക് 3/4 കപ്പ് തേങ്ങ. പാലപ്പത്തിന് തേങ്ങാപ്പാൽ ചേർത്തും ഉണ്ടാക്കും. ഞാൻ തേങ്ങ അരച്ചാണ് ഉണ്ടാക്കാറ്. 1/4 കപ്പ് പഞ്ചസാര, 3/4 ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കും. നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം. ഒട്ടും തരി ഫീലിയാത്ത പോലെ സ്മൂത്തായിട്ട് അരയ്ക്കുക. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇടാനുണ്ട്. കപ്പി കാച്ചിയ മിക്സറും ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ കപ്പി കാച്ചിയ മിക്സർ നന്നായിട്ട് കൂളായ ശേഷം ഇതിനകത്തേക്ക് ചേർക്കാം. കപ്പി കാച്ചിയ മിക്സ്ചർ, ഇതിന് കപ്പി കാച്ചിയ എന്നാ പറയുക. ഈ മിക്സർ നന്നായിട്ട് കൂളായി അത് ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പോൾ ട്രഡീഷണലി അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കപ്പി കാച്ചി വെച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കാറ്. ഇതിനകത്തേക്ക് ഈസ്റ്റ് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇടും. അപ്പോൾ ഈസ്റ്റ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സിയിലിട്ട് ഒരടിയും കൂടെ അടിച്ചെടുക്കാം. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻഡ് ആവാനായിട്ട് ഒരടി അടിച്ചെടുക്കാം. അപ്പത്തിൻ്റെ മിക്സ്ചർ റെഡിയായി. ഇത് നന്നായിട്ട് പുളിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വലിയ പാത്രത്തിൽ തന്നെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുക.
അപ്പത്തിൻ്റെ മാവ് ഒഴിക്കുമ്പോൾ ഇച്ചിരി വലിയ പാത്രം തന്നെ എടുക്കുക. കാരണം ഇത് പുളിച്ച് ഫെർമെൻറ്റ് ചെയ്ത് നന്നായിട്ട് പൊങ്ങും. ചെറിയ പാത്രത്തിലാണെങ്കിൽ എല്ലാം തൂവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വലിയ പാത്രത്തിൽ വെക്കുക. എന്നിട്ട് എയർടൈറ്റായിട്ടുള്ള പാത്രം ഉപയോഗിക്കാതിരിക്കുക. ഇച്ചിരി എയർ കയറാൻ പറ്റുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. പിന്നെ ഇതൊരു പ്ലേറ്റ് വെച്ച് അടച്ച് മാറ്റി വെക്കുക. ഇതൊരു 6 to 8 hours എടുക്കും. തലേദിവസം രാത്രിയിൽ അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം 6 to 8 hours കഴിഞ്ഞാൽ മാവ് ഈ ഒരു സ്റ്റേജിലാവും. നന്നായിട്ട് പൊങ്ങി നന്നായിട്ട് പതയായിട്ടിരിക്കുക കേട്ടോ. ഇനി നമുക്കിത് അപ്പം ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു അപ്പച്ചട്ടി ആദ്യം ചൂടാക്കാം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുമ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇളക്കല്ലെന്ന് പറയും. പൊങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് കോരി മേലേന്ന് കോരി അതിൻ്റെ പത വേണം ഇടാനെന്ന് പറയും. അപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് അപ്പമായിരിക്കും. ഇപ്പം തലേദിവസം രാത്രി ഉപ്പിട്ട് വെച്ചില്ല എങ്കിൽ രാവിലെ ഉപ്പിട്ടാലും മതി. അങ്ങനെയാണെങ്കിൽ ഉപ്പ് രാവിലെ ഇട്ട് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അത് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് പറഞ്ഞ പോലെ മേലേന്ന് പത കോരി എടുത്ത് വേണം കുക്ക് ചെയ്യാനായിട്ട്. ചട്ടി ചൂടായി. അടച്ചു വെച്ച് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ കുക്ക് ചെയ്യാം. ചിലവർക്ക് ഒട്ടും കളർ മാറാതെ എടുക്കുന്ന ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞങ്ങളുടെ ഇവിടെ പേഴ്സണലി എല്ലാവർക്കും ചെറിയൊരു ഗോൾഡൻ ലേസിൽ ചെറിയൊരു കളറാകുന്ന ഇഷ്ടം. അപ്പോൾ ഞാൻ ആ ഒരു പരുവത്തിലെടുക്കാം. ഇതേപോലെ അപ്പം എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇതേപോലെ എല്ലാ അപ്പവും ചുറ്റെടുക്കുക. നല്ല സോഫ്റ്റ് അപ്പമാണ്. ആക്ച്വലി കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. അതുപോലെ രുചിയാണ്. നല്ല സോഫ്റ്റ് അപ്പമാണ്. അപ്പോൾ ഇത് നോക്കിയാൽ നല്ല ഈ ലേസ് ഭാഗം, ലേസ് അപ്പം എന്ന് ഇതിന് പറയും കേട്ടോ ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ. അപ്പോൾ ഇത് ലേസിൻ്റെ അവിടെ ചെറിയൊരു ക്രിസ്മസ് കാണും. അകത്തോട്ട് നല്ല സോഫ്റ്റാണ്. അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. ഈ റെസിപ്പി ഇതേപോലെ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ അപ്പം വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾ ഈ അപ്പവും ഞാൻ കാണിച്ച ഡക്ക് റോസ്റ്റോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നമുക്ക് വീണ്ടും ഇതേപോലെ നല്ല വീഡിയോസിൽ വീണ്ടും കാണാം. ബൈ.